നമസ്കാരം. വ്യാഴവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിലവിൽ വ്യാഴം ഇടവം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെയ് മാസത്തോടെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. വ്യാഴത്തിൽ ഉണ്ടാകുന്നതായ ഈ മാറ്റങ്ങൾ ഒട്ടനവധി നേട്ടങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും കാരണമായി തീരും. ചില രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക. പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഇവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളും സൗഭാഗ്യങ്ങളും തേടിയെത്തുന്ന ഒരു സമയമാകുന്നു. പറയുന്നത് പൊതുഫല പ്രകാരം മാത്രമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിയിലേക്ക് വ്യാഴം എത്തിയിരിക്കുന്നതിനാൽ തന്നെ വളരെയധികം സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു രാശികളിൽ ഒന്നാണ് ഇടവം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ ചില ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പോലും അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ബന്ധം വന്നു ചേരുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ സന്താന ഭാഗ്യത്തിന് യോഗം വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക, ശുഭകാര്യങ്ങൾ സന്താനങ്ങൾക്ക് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും വന്നു ചേരാവുന്നതുമാണ്. യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം മംഗളകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ കടം തീർക്കുവാനുള്ള അവസരങ്ങൾ, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആശ്വാസകരമായ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കഷ്ടതകൾ ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങൾ, സഹായങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട ശത്രുതകൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരാകുന്നു. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുന്ന ഒരു രാശിയായി തന്നെ കന്നിരാശി മാറും. സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരിൽ അല്പമെങ്കിലും കുറയ്ക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന സാമ്പത്തിക പരാധീനതകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ കഷ്ടതകൾ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കഷ്ടതകൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. കൂടാതെ കുട്ടികളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും. വിദ്യയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരാം. വിദേശത്തേക്ക് നോക്കുന്നവരാണ് എങ്കിൽ വിദേശത്തേക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ കോടതിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വത്ത് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതായ ധനസഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു.
കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആലോചനകൾ അനുകൂലമായി തീരാം. മംഗളകരമായ അനുകൂലമായ പല മുഹൂർത്തങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായ ചില വിഷമങ്ങൾ, തടസ്സങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആശ്വാസം ലഭിക്കുന്നതായ വാക്കുകൾ ഈ സമയം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല അവസരങ്ങളും അത് ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. വന്നു ചേരുന്നതായ അവസരങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾ പോലും ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനം കൈവായ്പയാണ് എങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വിശാഖം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നേട്ടങ്ങൾ അനവധിയാണ് വന്നു ചേരുക. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷിക മേഖലകളിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. വിദ്യയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ പോലും കടന്നു വരും. കൂടാതെ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ അകലുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഉയർന്ന ശമ്പളത്തോടെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ, യോഗം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം കഷ്ടതകൾ അനുഭവിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുട്ടികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദ്യയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുകയും തന്മൂലം അത് പലവിധ നേട്ടങ്ങൾക്കും കാരണമായി തീർന്നു എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വിഷമങ്ങൾ, ദുഃഖങ്ങളുണ്ട് എങ്കിൽ അതുപോലും തരണം ചെയ്ത് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ, മംഗളകരമായ മുഹൂർത്തങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ അത്തരം കാര്യങ്ങൾ, പലവിധ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, അത് നാട്ടിലും വിദേശത്താണ് എങ്കിൽ പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പൂർത്തീകരിക്കാൻ സാധിക്കാത്തതായ പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.